വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ധാരാളം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് നാം ഈ വലിയ നേട്ടത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഈ യാത്രക്കിടയിലുണ്ടായ മഹാമാരികളെയും പ്രതിസന്ധികളെയും കേരളം ഒറ്റക്കെട്ടായി മറികടന്നു. ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പിന്തുണയേകി കൂടെയുണ്ടായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും LDF സർക്കാരിന്റെയും വിജയം കൂടിയാണിത്. വിഴിഞ്ഞത്തോളം തുറമുഖ വികസനത്തിന് അനുയോജ്യമായ മറ്റൊരിടം ഇന്ത്യയിലില്ല. അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ മാത്രം അകലത്തിലാണ് വിഴിഞ്ഞം. തീരത്തുനിന്നും 1 നോട്ടിക്കൽ മൈൽ അകലത്തിൽ തന്നെ 20 മീറ്റർ ആഴവും വിഴിഞ്ഞത്ത് ഉണ്ട്. ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വിഴിഞ്ഞം പദ്ധതിക്കൊപ്പമായിരുന്നു ഇടതുപക്ഷം. 2006-2011 LDF സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാറാണ് വിഴിഞ്ഞം പദ്ധതിക്കായി ആദ്യം നടപടി സ്വീകരിച്ചത്. 2006 സെപ്റ്റംബർ 18 വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി M. വിജയകുമാർ. നവംബർ 13, 2009 വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി LDF സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു. പദ്ധതി നടത്തിപ്പിനായി വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നു. 100% സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയായിരുന്നു ഇത്. വിഴിഞ്ഞം പദ്ധതിക്കായി ലാൻഡ് ലോട്ട് മോഡൽ വിഭാവനം ചെയ്യുന്നു. ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ 2010 ആരംഭിക്കുന്നു. കരാർ ലഭിച്ച കമ്പനിയുടെ പ്രധാന ഷെയർ ഹോൾഡർ ചൈനീസ് കമ്പനിയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ. ഇക്കാരണം പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു. കുളച്ചൽ തുറമുഖത്തിനു വേണ്ടി UPA സർക്കാരിന്റെ രാഷ്ട്രീയ കളി. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചനയും. കൊളംബോ തൂത്തുകുടി പോർട്ട് ലോബിയും വിഴിഞ്ഞത്തിനെതിരെ. 2011 അധികാരത്തിൽ വന്ന UDF സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയിൽ മെല്ലെപ്പോക്ക് നയം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ജനകീയ സമരങ്ങളുമായി ഇടതുപക്ഷം. 23/10/2012 വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള LDF ജനകീയ കൺവെൻഷൻ. അന്താരാഷ്ട്ര തുറമുഖ ലോബിക്ക് വേണ്ടി വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കുന്നുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. 3/4/2013 വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ജനകീയ കൂട്ടായ്മ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടകൻ. 19/4/2013 വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ LDFന്റെ മനുഷ്യചങ്ങല. പിണറായി വിജയൻ ആദ്യ കണ്ണി, പന്ന്യൻ രവീന്ദ്രൻ അവസാന കണ്ണി. തുടർന്ന് വിഴിഞ്ഞം പദ്ധതിക്കായി CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ 212 ദിവസം നീണ്ടുനിന്ന ജനകീയ സമരം. നിയമസഭാ തലവും വിഴിഞ്ഞം പദ്ധതിക്കായുള്ള പ്രക്ഷോഭവേദിയായി. 2014 ജനുവരി 8 വിഴിഞ്ഞം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് കോടിയേരി. 2014 ഫെബ്രുവരി 3 ഇടതുപക്ഷ സാമാജികരായ ജമീല പ്രകാശം, V. ശിവൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരുടെ അടിയന്തര പ്രമേയം. UDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി റീടെൻഡർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ടത് 2015 ഓഗസ്റ്റിൽ മാത്രം. അദാനി ഗ്രൂപ്പുമായി UDF സർക്കാർ ഏർപ്പെട്ട കരാറിലെ പല വ്യവസ്ഥകളോടും LDFന് വിയോജിപ്പ്. ഹൈക്കമാൻഡിന്റെ എതിർപ്പിനെ പോലും ഗൌനിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാർ ഒപ്പിടുന്നു. ഉമ്മൻചാണ്ടിയുടെ അദാനി പ്രേമത്തെയും കരാറിലെ സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത വ്യവസ്ഥകളെയും LDF എതിർക്കുന്നു. എന്തായിരുന്നു ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട കരാർ? ബൂട്ട് വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതമില്ല. 21ാമത്തെ വർഷം 1% ലാഭവിഹിതം. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. 40 വർഷത്തേക്കുള്ള കരാർ. പദ്ധതി പ്രദേശത്തെ 30% സ്ഥലം അദാനിക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് സർക്കാർ വൻ നഷ്ടപരിഹാരം നൽകണം. 66% നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ല. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ ഈ കരാറിനെയാണ് LDF എതിർത്തത്. ജനുവരി 1, 2016 അദാനിയുമായുള്ള കരാറിൽ അഴിമതിയുണ്ടെങ്കിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന താൽപര്യം മുൻനിർത്തി കരാറിൽ നിന്നും പിന്മാറില്ലെന്ന് പിണറായി വിജയൻ. മെയ് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ. അദാനിക്ക് വൻ നഷ്ടപരിഹാരം നൽകൽ പ്രായോഗികമല്ലാത്തതിനാൽ കരാർ റദ്ദാക്കാതെ പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെങ്കിലും തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF സർക്കാരിന്റെ കാലത്ത്.
ഉമ്മൻചാണ്ടി ഒറ്റ കല്ല് മാത്രമിട്ട് പോയപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ പൂർത്തിയാക്കിയത് LDF സർക്കാരാണ്. LDF സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം ചേർന്നത് UDF നേതൃത്വമാണ്. തുറമുഖ വിരുദ്ധ സമരത്തെ രണ്ടാം വിമോചന സമരമെന്ന് പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ജീവൻ കൊടുത്തും തുറമുഖ വിരുദ്ധ സമരത്തിനൊപ്പം നിൽക്കുമെന്ന് ആക്രോശിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം തുറമുഖം ഒരു കാരണവശാലും നിർത്തിവെക്കില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു. ഒടുവിൽ 2023 ഒക്ടോബർ 15-ന് ഷെൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിടുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് LDF സർക്കാർ സപ്ലിമെന്ററി കൺസഷൻ കരാർ ഒപ്പുവെച്ചത്. UDF സർക്കാർ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം സംസ്ഥാന സർക്കാരിലേക്ക് ലഭ്യമാകുന്ന നിലയിലാണ് പുതുക്കിയ കരാർ തയ്യാറാക്കിയത്. UDF ഒപ്പിട്ട കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം ലഭിക്കുന്നതെങ്കിൽ LDF സർക്കാർ ഒപ്പുവെച്ച കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ച് തുടങ്ങുകയാണ്. പരസ്പരമുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം വേഗതയിൽ പൂർത്തിയാക്കി അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് വിഴിഞ്ഞത്തിന് എത്താനായത് എന്നത് ഇവിടെ കാണണം. 2045-ൽ മാത്രം പൂർത്തിയാകേണ്ടിയിരുന്ന ഒരു പദ്ധതി 2028-ൽ ഉദ്ദേശിച്ചതിലും 17 വർഷം മുമ്പ് തന്നെ പൂർത്തിയാവുന്ന രീതിയിലാണ് LDF സർക്കാർ വിഴിഞ്ഞം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോക വ്യാപാര ഭൂപടത്തിൽ നമ്മുടെ നാടിനെയും രാജ്യത്തെയും അടയാളപ്പെടുത്തുന്ന നാഴികക്കല്ലാണ് വിഴിഞ്ഞം തുറമുഖം. ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ ആഗോള ചരക്കുനീക്കങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി രാജ്യം മാറും. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്ന ചുവടുവെപ്പ് കൂടിയാണിത്.